നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസിന്റെയും സർക്കാരിന്റെയും നടപടിക്കെതിരെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ശങ്കരദാസിനെ ഇന്ന് അറസ്റ്റ് ചെയ്യുന്നത്. പ്രതി ചേർക്കപ്പെട്ട ഉടൻ പക്ഷാഘാതം ബാധിച്ച ആശുപത്രിയിലായ ശങ്കരദാസ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ കഴിയുന്നതിനിടയിലായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മകരജ്യോതി ദിനത്തിൽ തന്നെ നടന്ന ഈ അറസ്റ്റിനെ ഭഗവാന്റെ മധുര പ്രതികാരമെന്ന് വിലയിരുത്തുകയാണ് അയ്യപ്പ വിശ്വാസികൾ. അതിന് കാരണമുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശന വിവാദകാലത്ത് കോട്ടയം SP ആയിരുന്നു KP ശങ്കരദാസിന്റെ മകൻ ഹരിശങ്കർ. ശങ്കരദാസിന്റെ അറസ്റ്റ് തടയാൻ ശ്രമിച്ചിട്ടും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായതോടെ ഗത്യന്തരമില്ലാതെയാണ് SIT ഇന്ന് അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് നടന്നത് മകരവിളക്ക് ദിവസമാണെന്നത് ചരിത്രത്തിന്റെ കാവ്യനിധി കൂടിയായി അയ്യപ്പ വിശ്വാസികൾ വിലയിരുത്തുന്നു. സ്ത്രീ പ്രവേശന വിവാദകാലത്ത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ നേതൃത്വം നൽകിയവരിൽ മുൻനിരയിൽ നിന്ന ആളാണ് അന്നത്തെ കോട്ടയം SP ഹരിശങ്കർ. തമിഴ്നാട്ടിൽ നിന്ന് മനീതി സംഘത്തെ പമ്പയിലെത്തിച്ചതും അന്നത്തെ പോലീസ് ബുദ്ധിയായിരുന്നു. അന്ന് കോട്ടയം SP ആയിരുന്ന ഹരിശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു നീക്കങ്ങളെല്ലാം. ശബരിമല ചന്ദ്രാനന്ദൻ റോഡ് വരെ മല കയറിയെത്തിയ ബിന്ദുഅമ്മണി, കനകദുർഗ എന്നിവരെ രാത്രിയുടെ മറവിൽ സന്നിധാനത്തെത്തിക്കാനുള്ള കളമൊരുക്കിയത് ഹരിശങ്കർ തന്നെയായിരുന്നു. പോലീസിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ബിന്ദുവും കനകദുർഗയും അതീവ രഹസ്യമായിട്ടായിരുന്നു അന്ന് പമ്പയിലെത്തിയത്. നിലയ്ക്കലിലെ പോലീസുകാർ പോലും ഇത് അറിഞ്ഞിരുന്നില്ല. പമ്പയിലുമെല്ലാം അതീവ രഹസ്യമാക്കി വെച്ചു. മല കയറി ദർശനം കഴിഞ്ഞ് മടങ്ങും വരെ എല്ലാം അതീവ രഹസ്യമാക്കി. ഇതിനെല്ലാം തന്നെ നേതൃത്വം നൽകിയത് ഹരിശങ്കർ ആയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റയും ADGP മനോജ് എബ്രഹാമും മാത്രമായിരുന്നു എല്ലാം അറിഞ്ഞത്. കനകദുർഗയും ബിന്ദുവിനെയും രഹസ്യ താവളത്തിൽ നിർത്തിയതും കേരള പോലീസ് ആയിരുന്നു. മഫ്തിയിൽ വീടേണ്ട അതിവിശ്വസ്തരെ പോലും കണ്ടെത്തിയതും പോലീസ് തന്നെയായിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ ശങ്കരദാസ് അറസ്റ്റിലാകുന്നതോടെ എല്ലാം അയ്യപ്പൻ കാണുന്നുണ്ടെന്നാണ് ഭക്തർ പ്രതികരിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ എത്തിയാണ് അന്വേഷണ സംഘം ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. SITയും മജിസ്ട്രേറ്റും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വകാര്യ ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിലാണ് ശങ്കരദാസ്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് നടപടികൾ സ്വീകരിച്ചത്. ശങ്കരദാസിനെതിരെ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതി കടുത്ത പരാമർശങ്ങൾ നടത്തിയിരുന്നു. ശങ്കരദാസ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയിരുന്നു. ശങ്കരദാസിന്റെ ചികിത്സാ രേഖകൾ അന്വേഷണ സംഘം കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകാത്തതിനെ തുടർന്നായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ശങ്കരദാസ് മുൻകൂർ ജാമ്യം തേടാൻ ശ്രമിച്ചത്. നാളെ കൊല്ലം കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കും. ICUവിൽ നിന്ന് മുറിയിലേക്ക് ശങ്കരദാസിനെ മാറ്റിയെങ്കിലും ആശുപത്രിയിൽ തുടരും. ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കവർച്ച കേസിൽ നിർണായകമായ ഒരു നീക്കമായിട്ടാണ് ഈ അറസ്റ്റിനെ വിലയിരുത്തപ്പെടുന്നത്. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അന്ന് മുതൽ ശങ്കരദാസ് ആശുപത്രിയിൽ കഴിയുകയാണെന്നും അദ്ദേഹത്തിന്റെ മകൻ SP ആയതുകൊണ്ടാണോ ഇത്തരമൊരു വീഴ്ചയെന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ SITയോട് കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു. സർക്കാരിനും പോലീസിനും വലിയ തിരിച്ചടിയായിരുന്നു കോടതിയുടെ ഈ പരാമർശം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾക്ക് പകരം ചെമ്പുപാളികൾ സ്ഥാപിച്ചു കടത്തിയെന്ന ഗുരുതര ആരോപണത്തിലാണ് ശങ്കരദാസ് പ്രതിസ്ഥാനത്തുള്ളത്. ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ വരുത്തിയ തിരുത്തലുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ ശങ്കരദാസിനും മുൻ പ്രസിഡന്റ് പത്മകുമാറിനുമെതിരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ശബരിമലയിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളിൽ പ്രതിയായ ശങ്കരദാസ് അറസ്റ്റ് ഒഴിവാക്കാനായി സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയിരുന്നു. എന്നാൽ കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ലഭിക്കാതിരുന്നതോടെ അന്വേഷണ സംഘം അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് പക്ഷാഘാതം സംഭവിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും. എന്നാൽ ഒടുവിൽ മകരജ്യോതി ദിനത്തിൽ തന്നെ ശങ്കരദാസിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി.